ഇളകാത്ത കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഈ നാളുകളിൽ നമ്മുടെ കാലുകൾ ആ പാറയിൽ ഉറച്ചു നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ചുറ്റുമുള്ള ഒത്തിരി കാര്യങ്ങൾ കുലുങ്ങാൻ തുടങ്ങും. ആരാണ് അന്ന് കുലുങ്ങാതെ നിൽക്കാൻ പോകുന്നത്? ആ പാറമേൽ നിൽക്കുന്നവർ മാത്രമാണ്. ചുറ്റുമെല്ലാം കുലുങ്ങുന്നത് കാണുമ്പം ആരുടെ തലകളാണ് ഉയർത്തി ഭയം കൂടാതെ നിൽക്കാൻ കഴിയുന്നത്? ഞാൻ പറയാം, ദൈവരാജ്യം ആദ്യം അന്വേഷിച്ചവർ മാത്രമായിരിക്കും അത്. അതിനർത്ഥം പൂർണ്ണസമയ ശുശ്രൂഷകരെന്നല്ല. എല്ലാ ദൈവത്തിൻ്റെ മക്കളും 99.9% ദൈവമക്കളും പൂർണ്ണസമയ ശുശ്രൂഷകരല്ല. എല്ലാ ദൈവമക്കളും ദൈവത്തിൻ്റെ രാജ്യമായിരിക്കണം ആദ്യം അന്വേഷിക്കേണ്ടത്. റോമാലേഖനം 14:17 ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ്. അതായിരിക്കും അവരുടെ ജീവിതത്തിലെ ഒന്നാമത്തെ കാര്യം. ഒരു തെറ്റിദ്ധാരണയെപ്പറ്റി ഞാൻ പറയട്ടെ. ദൈവരാജ്യം അന്വേഷിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ കാര്യം സുവിശേഷ വേല ചെയ്യുമെന്നല്ല, ദൈവരാജ്യം എല്ലായിടത്തും പ്രസംഗിക്കുമെന്നല്ല. റോമാലേഖനം 14:17 ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ്. നീതി അന്വേഷിക്കുക, പരിശുദ്ധാത്മാവുള്ള സമാധാനവും സന്തോഷവും അന്വേഷിക്കുക. എങ്കിൽ മുമ്പേ നിങ്ങൾ ദൈവരാജ്യം തന്നെയാണ് അന്വേഷിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ലക്ഷ്യവും യേശുവിൻ്റെ ആ നീതി പ്രാപിക്കുന്നതും അതുപോലെ തന്നെ എപ്പോഴും സന്തോഷിക്കുന്നതും ദൈവത്തോടും സകല മനുഷ്യരോടും സമാധാനം ആചരിക്കുന്നെങ്കിൽ ഒന്നാമത് നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കുകയാണ്. ഞാൻ ഉറപ്പ് തരാം, ദൈവവചനമാണ് ഏറ്റവും വലിയ ഉറപ്പ്. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ദൈവം അതിനോട് കൂട്ടിച്ചേർക്കും. ആ കാര്യം ഉറപ്പാണ്. നിങ്ങൾ ഒരുപക്ഷെ ഉറപ്പ് കണ്ടെത്തുന്നത് പണത്തിലോ വസ്തുക്കളിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കാൻ നിങ്ങൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. അത് കുലുങ്ങുന്നതാണ്. ഭയം കൊണ്ട് നിർജീവരായി പോകുന്നവരുണ്ട്. രണ്ടു കൂട്ടരുണ്ട്. ഭയം കൊണ്ട് നിർജീവരാകുന്നവർ, ഉറപ്പോടെ നിൽക്കുന്നവർ. ഈ ഭയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. യേശു മിക്കപ്പോഴും ശിഷ്യന്മാരുടെ അടുക്ക് വന്നപ്പം അവരോട് പറയാറുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, നിങ്ങൾ ഭയപ്പെടരുത്, ഭീരുക്കളാകരുത്, ധൈര്യപ്പെടുവീൻ. അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷവും നമുക്ക് യോഹന്നാൻ 20 പോകാം. നാം യോഹന്നാൻ 20:19 വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ യോഹന്നാൻ 20:19 ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ച് അവരിയ്ക്കുകയായിരുന്നു. ഈ ഭൂമിയിൽ നടന്ന ഏറ്റവും വലിയ സുവിശേഷകനായ യേശുവിൻ്റെ വാക്ക് അവർ 3.5 കൊല്ലം കേട്ടതിന് ശേഷവും നിങ്ങളിങ്ങനെ ചിന്തിക്കും, യേശു തന്നെ നിങ്ങളോടൊപ്പം 3.5 കൊല്ലം നടക്കുകയും നിങ്ങളോട് പ്രസംഗിക്കുകയും ചെയ്ത ശേഷം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാകത്തില്ലെന്ന് നിങ്ങൾ ചിന്തിക്കാം. ഒരിക്കലുമില്ല. നിങ്ങൾ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനേക്കാളും മെച്ചപ്പെട്ടവരല്ല. തെറ്റിദ്ധരിക്കരുത്. ഇവർ യേശുവിനോടൊപ്പം നടന്നു, അവനെ കേട്ടു, അവനെ തൊട്ടു, അവനെ സ്പർശിച്ചു. ഈ ഭൂമിയിൽ നടന്ന ഏറ്റവും അഭിഷേകമുള്ള അവൻ്റെ വായിൽ നിന്നുള്ള വാക്കുകൾ അവർ നേരെ കേട്ടു. അതിൻ്റെ അവസാനം അവരെന്താ ചെയ്തത്? ഭയപ്പെട്ട് വാതിലടച്ചു റൂമിനുള്ളിലിരുന്നു. യേശു അവർക്ക് പ്രത്യക്ഷമായി. നിങ്ങൾ പറയും, ഇപ്പം കുറഞ്ഞ പക്ഷം ആ പേടിപ്പോകും. കാരണം അവരിപ്പോൾ അവനെ കണ്ടു. അവർ യേശുവിനെ ക്രൂശിക്കുന്ന കണ്ടു. ഇപ്പോൾ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റം അവർ കണ്ടു. അവൻ്റെ ശബ്ദവും അവർ കേട്ടു. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. 21 വാക്യം. അവൻ അവരുടെ മേൽ ഊതി എന്തോ സംഭവിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഭയം പോയെന്ന്. ഇല്ല സാറേ, അത് പോയില്ല. 8 ദിവസത്തിന് ശേഷം 26 വാക്യം. പിന്നെയും കതകടച്ച് ശിഷ്യന്മാരുള്ളിലിരിക്കുകയാണ്. ഇപ്പോഴും കതക് പൂട്ടി അവരുള്ളിലിരിക്കുകയാണ്. ഭയന്നാണ്. നിങ്ങൾ എന്താ ഇവിടുന്ന് പഠിക്കുന്നത്? നിങ്ങൾ യേശുവിനോടൊപ്പം വ്യക്തിപരമായി 3.5 കൊല്ലം അവനോടൊപ്പം നടന്ന് അവൻ നിന്ന് കേട്ടു. എന്നിട്ടും നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾക്ക് അവനെ ശാരീരികമായി വ്യക്തമായിട്ട് കാണാം. അവനെ കണ്ടു, അവനെ തൊട്ടു, എന്നിട്ടും ഭയമാണ്. അവൻ നിങ്ങളുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാമെന്നും പറഞ്ഞു, എന്നിട്ടും ഭയമാണ്. എപ്പോഴാണ് ആ ഭയം അവരുടെ ഉള്ളിൽ നിന്ന് പോയത്? ആ പെന്തക്കോസ്ത് നാളിൽ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പം. അതുകൊണ്ടാണ് വീണ്ടും ജനിച്ചവരോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എന്താ വേണ്ടെന്നറിയുമോ? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ആ തീയുമാണ്. നിങ്ങൾ വെള്ളത്തിൽ മുങ്ങിയതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ ക്രിസ്തുവിൽ നിങ്ങൾ മുങ്ങണം, പരിശുദ്ധാത്മാവിലും തീയിലും. അപ്പം ആ പെന്തിക്കോസിന് ശേഷം പെട്ടെന്ന് തന്നെ അവരുടെ മുറി അവർ തുറന്നു. അവർ പുറത്തേക്ക് വന്നു.
3.5 കൊല്ലം യേശുവിനോടുകൂടെ നടന്നെങ്കിലും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത കാര്യം അവനെ കേട്ടിട്ടും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന കണ്ടിട്ടും അവൻ അവരുടെ മേൽ ഊതിയിട്ട് അപ്പോഴായിരിക്കും അവർ പക്ഷേ അവർ വീണ്ടും ജനിച്ചത്. പെന്തക്കോസ് നാളിൽ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ അപ്പോഴവരുടെ ഭയം പോയി. അതുകൊണ്ട് ഈ അന്ത്യനാളിലേക്കുള്ള സുവിശേഷം എന്താ? മനുഷ്യൻ ഭയം കൊണ്ട് നിർജീവരാകുമ്പോൾ ചില ആളുകൾ നിവർന്നു നിന്ന് അവരുടെ തലകളെ ഉയർത്തും. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക. ഒരിക്കലല്ല, തുടർമാനം. എഫേഷ്യർ 5:18 പറയുന്നു, ആത്മാവിൽ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഈ അവസാന നാളുകളിൽ നമുക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഭയത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായിട്ട് അപ്പോസ്തലന്മാരെ സഹായിച്ച ഒരേ ഒരു കാര്യം അതായിരുന്നു. ഇതുപോലെ ഒരു സന്ദേശം നിങ്ങൾക്കിപ്പോൾ കേൾക്കാം. നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് അനേക കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാം. അങ്ങനെ അവസാന നാളുകളിൽ നിങ്ങളൊന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടെന്ന് പറയാം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ യേശുവിനേക്കാളും നന്നായിട്ട് ഞാൻ പ്രസംഗിക്കുമെന്ന്? ഇല്ല. ഭയത്തിനെതിരെ ഏറ്റവും അഭിഷേകമുള്ള ഒരു സന്ദേശം തന്നെ നിങ്ങൾക്ക് കേൾക്കാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങൾ ഭയപ്പെടും. ശിഷ്യന്മാരാണ് അതിൻ്റെ മാതൃക. ആ സമയത്ത് പ്രസംഗം കേട്ട അവസാനം നിങ്ങൾ പറയും, എൻ്റെ ഭയമെല്ലാം പോയി. ഈ പ്രസംഗപീഠത്തിൽ നിന്ന് ആദ്യമായിട്ടല്ല നമ്മൾ ഭയത്തിനെതിരെ പ്രസംഗിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഉത്സാഹം വരും, എന്നാൽ അല്പം കഴിയുമ്പോൾ അത് അപ്രത്യക്ഷമാവും. മറ്റനേക കാര്യങ്ങളിൽ ഇത് സത്യമാണ്. ഒരു മീറ്റിംഗ് വെച്ച് നമുക്ക് ചില കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് അപ്രത്യക്ഷമാവും. നമ്മളൊരു സന്ദേശത്തിലൂടെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു സത്യം നമുക്ക് പിടിക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ തീ കത്തിക്കുന്നെങ്കിലേ സംഭവിക്കൂ. എങ്കിൽ അത് എന്നേക്ക് നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം പോലും അത് അഴുകിപ്പോകാം. നിങ്ങൾ ചിന്തിക്കുന്നത് ദൈവദൂഷണമാണെന്ന്? പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവം മന്ന കൊടുത്തു. അത് പൂർണ്ണമായിട്ടും മനുഷ്യൻ്റെ കൈയുടെ പ്രവൃത്തിയല്ലായിരുന്നു. സ്വർഗത്തിൽ നിന്ന് അത്ഭുതകരമായി കൊടുത്ത മന്നയാണ്. ഒരു മനുഷ്യനും ഒരിക്കലും അത് രുചിച്ച് നോക്കിയിട്ടില്ല. അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഭക്ഷണമാണ്. അതവർക്ക് മാത്രം കൊടുത്തതാണ്. എല്ലാ ദിവസവും മന്ന അത് സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പമാണ്. ആവർത്തന പുസ്തകം 8:3 മന്ന നിങ്ങൾക്ക് ദൈവം സ്വർഗത്തിൽ നിന്ന് തന്ന് നിങ്ങളെ ഇത് പഠിപ്പിക്കേണ്ടതാണ്. എല്ലാ ദിവസവും നിങ്ങൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ട് നിങ്ങൾ ജീവിക്കണം. അതുകൊണ്ട് ഈ മന്ന ദൈവവചനത്തിൻ്റെ ഒരു ചിത്രമാണ്. എന്നാൽ ആ മന്ന 24 മണിക്കൂർ നിങ്ങൾ സൂക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? വെറും 24 മണിക്കൂർ. വേദപുസ്തകം പറയുന്നു അടുത്ത ദിവസം രാവിലെ അത് ക്രമിച്ചു പോകും, അത് നാറും. നിങ്ങളൊരു സന്ദേശം കേട്ടു, 24 മണിക്കൂർ കഴിയുമ്പം അത് ക്രമിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവം മോശയോട് പറഞ്ഞു, ആ മന്നായിൽ കുറച്ചെടുത്ത് അത് ദൈവത്തിൻ്റെ നിയമപെട്ടകത്തിനുള്ളിൽ വെക്കുക. മോശ കുറച്ചൊരു പാത്രത്തിലെടുത്ത് ആ നിയമപെട്ടകത്തിൻ്റെ ഉള്ളിൽ അത് സൂക്ഷിച്ചു. ആ മന്ന 40 കൊല്ലം ക്രമിച്ചു പോയില്ല. 40 കൊല്ലം ആ പെട്ടകവുമായിട്ട് അവർ മരുഭൂമിയിൽ നടന്നപ്പോൾ അതൊരിക്കലും ക്രമിച്ചു പോയില്ല. എന്താണ് ആ രഹസ്യം? അത് വേറെ ഏതോ മന്നയായിരുന്നു? അല്ല, അത് അതേ മന്ന തന്നെയായിരുന്നു. ആ വ്യത്യാസം ഇതായിരുന്നു, അത് സൂക്ഷിച്ചത് ആ അതിവിശുദ്ധ സ്ഥലത്തായിരുന്നു. അവിടെ ആ ദൈവത്തിൻ്റെ തീ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ മന്ന ഒരിക്കലും ക്രമിച്ചു പോയില്ല. അതുകൊണ്ട് നാം ഇന്ന് ജീവിക്കുന്ന അനേക ആളുകൾ ചില അനുഭവങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. അവരാളുകളോട് ചോദിക്കും, നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? നീ ഒരു ആത്മനിറവുള്ള ക്രിസ്ത്യാനിയാണോ? നിങ്ങൾക്കറിയാമോ, ഈ ചോദ്യം ചോദിക്കുന്ന 99.9999% ആളുകൾ, പെന്തക്കോസ്തുകാരും കരസ്തമാറ്റിക്കാരുമായിട്ടുള്ള ആളുകൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ അവരുദ്ദേശിക്കുന്ന ഇതാണ്, നീ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചോ? നീ അന്യഭാഷ പറയുമോ? എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന സ്തെഫാനോസ് ആത്മപൂർണനായി, അല്ലെങ്കിൽ വേറൊരാൾ ആത്മനിറവുള്ളവനായപ്പോൾ അവർ വിധവമാർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ആത്മനിറവുള്ള ചിലരെ തിരഞ്ഞെടുക്കുക. അവരിങ്ങനെ പറഞ്ഞില്ല, നിങ്ങൾ പോയി പരിശോധിച്ച് നോക്കൂ അവർ പരിശുദ്ധാത്മ സ്നാനം ഏറ്റവരാണോ. ആ നാളുകളിൽ എല്ലാവരും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരായിരുന്നു. എല്ലാവരും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരാണെങ്കിൽ ആത്മാവിൽ നിറഞ്ഞ 7 പേരെ തിരഞ്ഞെടുക്കാൻ എന്തിനാ പറഞ്ഞത്? ആത്മനിറവെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചു എന്നുള്ളതല്ല. നിങ്ങൾക്ക് ദൈവവചനത്തിലെ പല കാര്യങ്ങളും ഇന്ന് പഠിക്കാൻ കഴിയും. ദൈവവചനം എന്താണെന്നറിയാതെ തെറ്റായിട്ട് പഠിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത്. ആത്മനിറവെന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിച്ച് ആത്മാവിൽ നിരന്തരമായിട്ട് നിറയുന്നതാണ്.
അത് ഇതല്ല, 30 കൊല്ലം മുമ്പ് ഞാൻ ആത്മാവിൽ സ്നാനപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ആത്മനിറവുള്ളവനാണ്. 30 കൊല്ലം മുമ്പ് ഞാൻ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടവനാണെന്ന് പറയുന്ന ഒരാൾ അവരിന്ന് ആ പരിശുദ്ധാത്മാവ് നിറവുള്ളവരല്ല. അവരുടെ രക്ഷ അവർക്ക് നഷ്ടപ്പെട്ടു. അവരിന്ന് ദൈവമക്കളുമല്ല, അവർ പിന്മാറ്റത്തിൽ പോയി. അതുകൊണ്ട് നമ്മൾ ആത്മനിറവുള്ള ക്രിസ്ത്യാനികളായിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനർത്ഥം ഇപ്പോൾ അത് ഈ വാട്ടർ ടാങ്ക് ഇപ്പം നിറഞ്ഞിരിക്കുക എന്ന് പറയുന്ന പോലാണ്. 3 കൊല്ലം മുമ്പ് അത് നിറഞ്ഞിരുന്നു എന്നല്ല. നിങ്ങളുടെ കാറിൻ്റെ പെട്രോൾ ടാങ്ക് ഇപ്പം നിറഞ്ഞിരിക്കുകയാണ്. 3 മാസം മുമ്പ് നിങ്ങൾ പെട്രോൾ പമ്പിൽ പോയി ഞാൻ പെട്രോൾ അടിച്ചായിരുന്നു എന്ന് പറയുന്ന പോലെ അല്ല. ആത്മാവിൽ നിറഞ്ഞിരിക്കുക. ആത്മനിറവ്. നമുക്ക് പുതുക്കമുള്ളവരായിട്ട് തുടരണമെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ ആയിരിക്കണം. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ മറന്നു കളയരുത്.